ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, നിങ്ങളുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെയാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ രഹസ്യങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തോ ആരും അറിയാതെ ഒളിച്ചു വെച്ച കാര്യങ്ങളൊന്നല്ല, നമുക്കിവിടെ രഹസ്യങ്ങളില്ല, എല്ലാം പരസ്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു മാർക്കറ്ററായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ചോദിച്ചു, ഇപ്പോൾ നമുക്ക് ഒരു മാസം എത്ര സെയിൽ കിട്ടും എന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് ചോദിച്ചു. അതായത് നമ്മൾ ഡെയിലി ആഡ് റൺ ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് എന്നോട് ചോദിച്ചു എത്ര ആണ് നമുക്ക് ഒരു മാസം സെയിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അന്ന് നമ്മളവിടെ കൊടുത്തൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു കറക്റ്റായിട്ട് നമ്മളൊരു പ്ലാൻ അവർക്ക് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഇന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിലുണ്ടാവും എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു മാസം കൊണ്ട് ആ ഒരു ക്ലയൻറ്റിന് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ എന്താണ് അത്രയും ലീഡ്സ് നമുക്കിവിടെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുവഴി അവർക്ക് സെയിലും നല്ല രീതിയിൽ എത്താനായിട്ട് തുടങ്ങി. അതിൽ അവർക്ക് എന്താ പറയണ്ട, എത്ര ക്ലിക്ക് കിട്ടി, എനിക്ക് ഇത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്ര എന്ത് ചെയ്തിട്ടില്ല, ലീഡ് വന്നിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ട. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ടാവും. ചില ക്ലയൻസ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാവും ഇത്ര ക്ലിക്ക് കിട്ടി, പക്ഷേ ആളുകൾ എന്ത് ലീഡായിട്ട് വന്നിട്ടില്ല എന്ന് ചിലവർക്ക് മനസ്സിലാവും. പക്ഷേ ചില ക്ലയൻസിന് നിനക്ക് ഇത്ര ക്ലിക്ക് കിട്ടിയോ, എനിക്ക് ഇത്ര ലൈക്ക് കിട്ടിയോ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഇത്ര റീച്ച് കിട്ടി, അല്ലെങ്കിൽ നമ്മളെ ഇത്ര കിട്ടി, അതൊന്നും അറിയണ്ട, എനിക്കൊരു മാസം ഇത്ര സെയിൽ കിട്ടി എന്ന് മാത്രം അറിയേണ്ട കുറേ ക്ലയൻറ്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് ഒരു പറഞ്ഞതിൽ കാര്യം കേട്ടോ. ശരിക്കും നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നാവണത് ഒരു മാസം കൊണ്ട് നമ്മൾ അവർക്കൊരു സെയിൽ എത്തിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മളെ പണി വൃത്തിക്ക് ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ആ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു മാസം നമുക്കൊരു ഇത്ര റീച്ച് കിട്ടി, അല്ലെങ്കിൽ ഇത്ര ലൈക്ക് കിട്ടി, ഇത്ര ഫോളോവേഴ്സ് കയറി എന്നുള്ളതിന് അപ്പുറം അവിടെ കച്ചവടം നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചോദിക്കുന്ന ക്ലയൻറ്റിന് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളെ ഒരിക്കലും പ്രൈസിങ് ഇപ്പോൾ ഒരു മാസം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാൻ ഇത്രയാണ് എടുത്ത് ചാടിക്കൊണ്ട ഒരു പ്രൈസ് നിങ്ങൾ പറയരുത്, അങ്ങനെ പറയരുത്. പക്ഷേ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാന് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഏത് രീതിക്കാണ് അത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ക്ലയൻറ്റിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും. അതുവഴി നല്ല റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യം പ്രപ്പോസൽ നമ്മൾ കൊടുത്ത് അതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ അടുത്തത് എന്ത് നടക്കും എന്നുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളതും ക്ലയൻറ്റിന് ഒരു ഐഡിയ നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഇപ്പോൾ ഇത് കാണുന്ന എന്താ പറയുക ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതും, നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫ്രീലാൻസറിനെ ഏൽപ്പിക്കുകയാണെങ്കിലും അവരോട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കണം. പിന്നെ പലരുടെയും ഒരു ആരും കുറ്റം പറയല്ല, പക്ഷേ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ പല ആളുകളുടെ ഒരു പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആഴ്ചയിൽ 3 പോസ്റ്റർ, കുറച്ച് വീഡിയോസ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള പോസ്റ്റേഴ്സ്, ഇങ്ങനത്തെ ഒരു പാക്കേജസ് ആണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് അല്ല. ഓക്കെ, ഈ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മളെടുത്തത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും മാർക്കറ്റിംഗ് ആവില്ല. ഓക്കെ, പക്ഷേ നമ്മളിത് പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ചത് മാർക്കറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ബിസിനസ്സിന് നല്ല രീതിയിലുള്ള സെയിൽസ് കൊണ്ടുവരാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.